വയനാട്, കണ്ണൂർ, തൃശ്ശൂർ, എറണാകുളം, പത്തനംതിട്ട ഈ 5 ജില്ലകളിലായി തന്നെ കുടുംബശ്രീ മിഷൻ നടപ്പിലാക്കിയ കഫേ, അതായത് പ്രീമിയം കഫേ, അവിടുത്തെ വരുമാനം കഴിഞ്ഞ ഒരു വർഷം 5 കോടി രൂപയെന്നാണ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ 2ാം ഘട്ടമായി തന്നെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, തിരുവനന്തപുരം ഈ 5 ഇടങ്ങളിൽ കൂടി തന്നെ പ്രീമിയം കഫേ, കുടുംബശ്രീ കഫേ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തലസ്ഥാനത്താണ്. തലസ്ഥാനത്തെ കണ്ടില്ലേ, കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ്. വാ പോര്. കഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ്. രുചിയും ഗുണനിലവാരവും ശുചിത്വവും കൈകോർക്കുമ്പോഴാണ് ഏത് സംരംഭവും വിജയിക്കുന്നത്. അങ്ങനെ വിജയിച്ച സംരംഭങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 ജില്ലകളിലെ ഈ കുടുംബശ്രീ പ്രീമിയം കഫേകൾ. അതുപോലെ തന്നെ ആവട്ടെ അനന്തപുരിയും അത്യാവശ്യം നല്ല പ്രീമിയം സെറ്റപ്പാട്ടോ. കാരണം വലിയ ഒരു 50 പേർക്ക് സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സെറ്റപ്പിനാണ് കാര്യങ്ങൾ. അതായത് വീട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണ ടേസ്റ്റ്, ഇതൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് 18 അമ്മമാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭം. അപ്പോൾ ഇവിടുത്തെ രുചി എന്തായിരിക്കും? ഹായ്. സുഖം തന്നെ? സുഖം. നമ്മളിപ്പോൾ എത്ര സ്റ്റാഫാ? 10ഓ 15ഓ? നമുക്ക് 15 സ്റ്റാഫ്. അപ്പോൾ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ. 7 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ 7:30 ആ സമയം. ചായയൊക്കെ 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കൊടുത്തു തുടങ്ങും. അപ്പോൾ ഇവിടെ തുടങ്ങി 1 മാസമായോ? 1 മാസമായി. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ? നമ്മളിവിടെ ചായ എല്ലാ ഒരുവിധ വെറൈറ്റി സ്നാക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വാഴക്കപ്പം, ഏലാഞ്ചി, ഇലയിട, പിന്നെ വടകൾ, സമൂസ. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഉച്ചത്തെ ലഞ്ചാണ് അല്ലേ? ഉച്ചയ്ക്ക് ലഞ്ച്. സദ്യ കോൺസെപ്റ്റ് സദ്യ, മിനി സദ്യ ഉണ്ട്. അത് അഫോർഡായ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല നമ്മുടെ ദം ബിരിയാണി. മെയിൻ ഹൈലൈറ്റ് ഇപ്പം ഫിഷ് ആണോ, ചോറിന് എങ്ങനെയാണ്? അല്ല, സദ്യ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം മീൻ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് 3-4 ഐറ്റം മീൻ ഫ്രൈ കാണാം. ആളുകൾക്ക് ചൂസ് ചെയ്യാം.